നമസ്കാരം. വോട്ട് ചൂണ്ടുവിരലിൽ പതിപ്പിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ റെക്കോർഡിംഗ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിനി നമ്മുടെ ഭാവിയെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ദിവസങ്ങളാണ്. പുതിയ സർക്കാരിൻ്റെ രൂപീകരണത്തിന് ഇനി കഷ്ടിച്ച് 1.5 മാസം കൂടിയുണ്ട്. അതിനിടയ്ക്ക് ഇന്നലെ വന്ന വാർത്ത, വിഴിഞ്ഞം പോർട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന് പറഞ്ഞ് അംഗീകാരം നൽകി കേന്ദ്ര കപ്പൽ മന്ത്രാലയം. അപ്പോൾ ഇത്രയും നാളും ഒരു ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ഇവിടെ ഇല്ലായിരുന്നു എന്ന് അവർ അംഗീകരിക്കുന്നു. വേറെ ചിലരൊക്കെ ഇത് അവകാശപ്പെടുന്നുണ്ടായിരുന്നു, ഞങ്ങളാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ആ അവകാശമൊന്നും നമ്മൾ തർക്കിക്കാനൊന്നും പോയിട്ടില്ല ഇതുവരെ. 1, 2, 3 ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണ് ഒരു രാജ്യത്തിന്. ഇവിടെ ചൈനയ്ക്ക് 30ഓളം പോർട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് 10 പോർട്ടെങ്കിലും ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചു. പക്ഷെ ഒന്നുപോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കപ്പൽ മന്ത്രാലയത്തിൻ്റെ ഈ നിഗമനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. Adani's Vizhinjam port in Kerala has received the shipping ministry's approval for operating as India's first transshipment port. ആധികാരികമായിട്ടുള്ള ഒരു രേഖയാണ്. കപ്പൽ മന്ത്രാലയം പറയുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് പ്രവർത്തിക്കുവാൻ വിഴിഞ്ഞം പോർട്ടിന് അംഗീകാരം നൽകുന്നു. ഇപ്പോൾ നാളിതുവരെ വേറെ ആർക്കെങ്കിലും അംഗീകാരം കൊടുത്തിരുന്നോ ഇല്ലയോ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. 2005 ഒരു അട്ടിമറി നടന്നത്. വിഴിഞ്ഞം പോർട്ടിനെതിരെയുള്ളൊരു അട്ടിമറി നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷം എടുക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ആർക്ക് വേണമെങ്കിലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന മട്ടിൽ എന്തും ഇവിടെ നടത്താം, ഏത് അതിക്രമവും നടത്താം. രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ എന്ത് നല്ല കാര്യവും ഇല്ലാതാക്കാം, മോശപ്പെട്ട കാര്യങ്ങൾ വലുതാക്കി പൊലിപ്പിച്ച് കാണിക്കുകയും ചെയ്യാം. അതാണ് കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യയിൽ നമ്മുടെ പോർട്ട് രംഗത്ത് നടന്നു വന്ന ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന്. അത് സർക്കാർ തന്നെ ഇവിടെ തിരുത്തുന്നു. Located strategically between the Suez Canal and the Strait of Malacca, the port will put India on the map of global sea trade. ആദ്യമായിട്ട് ഇന്ത്യക്ക് ലോക കച്ചവടത്തിൽ, ആഗോള കച്ചവടത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ വരിയിലൂടെ മനസ്സിലാക്കേണ്ടത്. സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ സുയസ് കനാൽ ആൻഡ് ദി സ്ട്രൈറ്റ് ഓഫ് മലാക്ക. ഞാനത് കണക്കൂട്ടി നോക്കി, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ വെച്ച് വിഴിഞ്ഞത്ത് നിന്ന് സുയസ് കനാലിൻ്റെ കവാടത്തിലോട്ട് 1358.4 നോട്ടിക്കൽ മൈൽ. മറുവശത്ത് വിഴിഞ്ഞത്ത് നിന്നും മലാക്കയുടെ മലാക്കയുടെ നേരെ പടിഞ്ഞാറുള്ള കടലിൽ 1539. ഏകദേശം തുല്യമാണെന്ന് പറയാം നമുക്ക്. മലാക്കയിലോട്ട് കടക്കുന്ന കടലിലാണെങ്കിൽ കൃത്യമായിട്ടും തുല്യമായിരിക്കും. മലാക്കയുടെ മുമ്പിലെത്തുമ്പോഴത്തേക്കും അതൊരല്പം കൂടുന്നു. എന്തായാലും ഈ 2 പ്രധാന പോയിന്റുകളുടെ നടുവിലാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ ആഗോള വ്യാപാരത്തിൽ ഇനി ഇന്ത്യക്ക് വലിയ ഒരു സ്ഥാനം വെറുതെ അങ്ങ് ലഭിക്കില്ല. നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമേ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതിനുതകുന്ന തരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പദ്ധതിയും കൂടി ഇതോടൊപ്പം ചേർത്തവർ എഴുതി വച്ചിട്ടുണ്ട്. മോഡി ഗവൺമെൻറ് is working on a Maritime India Vision 2030 that seeks to develop world-class megaports, transshipment hubs and modernize infrastructure at an estimated investment of rupees 1.25 lakh crore. 1.25 ലക്ഷം കോടി. വിഴിഞ്ഞം പദ്ധതിയുടേത് 7725 കോടി എന്നൊക്കെ, അതിപ്പോൾ 8,500 ആയിട്ട് ഉയർന്നിട്ടുണ്ടാവും. ഇവിടെ 1.25 ലക്ഷം കോടിയാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് മഹാരാഷ്ട്രയിലെ വാധ്വാൻ പോർട്ടും ആൻഡമാനിലെ ഗലദിയ പോർട്ടുമാണ്. അവർക്ക് 2 പേർക്കുമാണ് ഏറ്റവും കൂടുതൽ തുക ഇതിനകത്ത് നീക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യായമായും ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വിഴിഞ്ഞത്ത് വരുമ്പോൾ ഈ തുകയിൽ നിന്ന് ഒരു നല്ല ഭാഗം നേടിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ സ്ഥാപിക്കണം. വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി എന്താണ്, തിരുവനന്തപുരത്തിൻ്റെ പ്രസക്തി എന്താണ്, ഈ പറയുന്ന കപ്പൽ ചാലിൽ, അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ തിരുവനന്തപുരത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ നമ്മൾ സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഈ 1.25 ലക്ഷം കോടി രൂപയിൽ നിന്നും ഇവിടെ ഒരുപാട് കയറ്റുമതി സംരംഭങ്ങൾ വരണം, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വരണം, റോഡ് നെറ്റ്വർക്ക് വരണം, റെയിൽ നെറ്റ്വർക്ക് വരണം, വാല്യൂ അഡീഷൻ കേന്ദ്രങ്ങൾ വരണം, മറൈൻ പാർക്കുകൾ വരണം.
ഈ തുകയിൽ നിന്ന് അതൊക്കെ നേടിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഇതൊക്കെ താനേ സംഭവിച്ചുകൊള്ളും, അദാനിക്ക് എന്തായാലും കൊടുത്തു, ഇനി ബാക്കിയെല്ലാം അദാനി ചെയ്യുമെന്ന് കരുതിയാൽ അദാനിയുടെ 360 ഏക്കറിനകത്ത് നടത്തുന്ന കാര്യമേ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുള്ളൂ. അദ്ദേഹം മുടക്കിയ മുതലിൻ്റെ ലാഭവും വിറ്റുവരവും ഒക്കെ അദ്ദേഹം നേടിയെടുക്കും. പക്ഷെ അതുകൊണ്ട് ഈ സംസ്ഥാനത്തിനോ രാജ്യത്തിനോ പ്രയോജനമുണ്ടാവണമെന്നില്ല. നമ്മൾ ബോധപൂർവം ഈ കേന്ദ്രത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ന്യായമായ വിഹിതം വാങ്ങിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഈ പദ്ധതിയിൽ നിന്നുള്ള ഗുണങ്ങൾ ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 1.25 ലക്ഷം കോടി രൂപയിൽ നിന്ന് എന്തൊക്കെ പദ്ധതികളാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നുള്ള സജീവ ചർച്ചയായിരിക്കണം നമ്മൾ ഇനി നടത്തേണ്ടത്.